ഇന്ന് കാണിക്കാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ഓൾ ന്യൂ ക്ലാസിക് ജെ സീരീസ് വാഹനങ്ങളിലെ മെറ്റിയോർ ഓൾ ന്യൂ ക്ലാസിക് എന്നീ വാഹനങ്ങളിൽ വരുന്ന ഹെഡ്ലൈറ്റ് പ്രോബ്ലംസാണ്. ഇതിൽ വണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൽ അതായത് മാനുഫാക്ചർ ലൈറ്റ് കത്തുന്നുണ്ട്, MIL ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് സ്കാൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഹെഡ്ലൈറ്റിൻ്റെ റിലേയിൽ എർത്ത് ചെയ്യുമ്പോഴാണ് ശരിക്കും റിലേ വർക്ക് ചെയ്യുന്നത്. എർത്ത് കൺട്രോളിംഗ് ആണ് ECM ചെയ്യുന്നത്. ECM ആണ് ശരിക്കും ഇതിൻ്റെ കൺട്രോളിംഗ് വരുന്നത്, കൺട്രോൾ യൂണിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്ച്ച് വീട്ടിലെത്തിക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 10ൻ്റെ ഒരു ബോൾട്ട് മോൾ ഭാഗത്തുണ്ട്. ആ ബോൾട്ട് ലൂസായി കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ ഈ കവറിൻ്റെ മുകളിലുണ്ടാവും. അത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലേൻ്റെ ബോക്സിലെത്താം. അപ്പോൾ റിലേയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് റിലേ ആണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ റിലേ വരുന്നത്. അപ്പോൾ അതിന് കൈകൊണ്ട് പിടിച്ച് നോക്കിയത് ചൂടായി കിടക്കുന്നുണ്ടാവും. ചൂടായി കിടക്കുന്നത് റിലേ പിടിക്കുന്നില്ല എന്നർത്ഥം. റിലേ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ റിലേ പിടിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കാണുന്ന യെല്ലോ വൈറ്റ് ഈ 2 വയറാണ് ശരിക്കും മെയിൻ ലൈൻ. ഹെഡ്ലൈറ്റിലേക്ക് പോകുന്ന മെയിൻ ലൈൻ അതാണ്. മറ്റേ കൺട്രോൾ സർക്യൂട്ടാണ്, റിലേ കൺട്രോൾ സർക്യൂട്ടാണ്. അപ്പോൾ അതാണ് ECM കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥമാണ് ECM കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സർക്യൂട്ടിലേക്ക് അയച്ചിട്ട് ഡയറക്റ്റായിട്ടൊരു വയർ കൊടുത്ത് ഞങ്ങൾക്ക് ഹെഡ്ലൈറ്റ് കത്തും. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വീട്ടിലെത്താവുന്നതാണ്. കുടുങ്ങി കിടക്കുന്ന വീട്ടിൽ നിന്നിട്ട് സർവീസ് സെൻ്ററിൽ കൊടുത്ത് ബാക്കിയുള്ള കാര്യം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പം ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ വൈറ്റ് കേബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. യെല്ലോ വൈറ്റ് കേബിൾ തട്ടി ഒന്ന് ഷോർട്ട് ചെയ്യുക. തട്ടി കൊടുത്ത് വർക്ക് ചെയ്യണം, അതിൻ്റെ ആവശ്യമില്ല. തട്ടി കൊടുത്ത് വർക്ക് ചെയ്യണം. വണ്ടി ഓഫ് ചെയ്യുന്ന വരെ വണ്ടി ഓടാൻ പറ്റും. വണ്ടി ഓഫായി കഴിഞ്ഞാൽ വീണ്ടും ഹെഡ്ലൈറ്റ് കത്തണം എന്നുണ്ടെങ്കിൽ വീണ്ടും അയച്ച് തട്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തോളൂ. കാരണം ഇതിൻ്റെ മെയിൻ പ്രശ്നം ഹെഡ്ലൈറ്റിൻ്റെ ആ റിലേ സ്റ്റക്കായതാണ്. ഇതിൻ്റെ റിലേ മാറ്റേണ്ടി വരും. കാരണം ഇത് സ്റ്റക്കായി വീണ്ടും ഓഫ് ചെയ്യും, വീണ്ടും നമ്മൾ ഹെഡ്ലൈറ്റ് പോകും. അപ്പോൾ റിലേ മാറ്റി കൊടുക്കണം. ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ 2 വയർ അതേമാതിരി യെല്ലോ വൈറ്റ് വരുന്ന 2 കേബിൾ വരുന്ന ആ 2 സർക്യൂട്ട്, ആ 2 ലൈൻ അങ്ങ് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും വയറിൻ്റെ ചെറിയ കഷ്ണം ഷോർട്ട് ചെയ്ത് കൊടുത്താൽ വീട്ടിലെത്താവുന്നതാണ്. അതല്ലെങ്കിൽ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തട്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി ഓഫ് ചെയ്യാതെ വീട്ടിലെത്താം. വണ്ടി ഓഫായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വർക്ക് ചെയ്തോളണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അത്യാവശ്യം കിട്ടുന്ന ഹെഡ്ലൈറ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ വഴിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്താവുന്ന ഒരു രീതി. താങ്ക്സ് ഫോർ വാച്ചിങ്.